ഹലോ കൂട്ടുകാരെ, ഇപ്പം നമ്മൾ നല്ലൊരു നാടൻ കൂട്ടാൻ വയ്ക്കാം കേട്ടോ. ചക്കക്കുരു മുരിങ്ങയും ചക്കക്കുരു ഭയങ്കര ടേസ്റ്റാണ്. ഇതിലേക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ചക്കക്കുരു കിട്ടിയപ്പോൾ തുടങ്ങിയതാണ്. മുരിങ്ങ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കൂട്ടാൻ വയ്ക്കാമായിരുന്നു. മുരിങ്ങയും ചക്കക്കുരു എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഇന്നലെ വീട്ടിൽ നിന്ന് കുറച്ച് മുരിങ്ങ കൊടുന്നു. അപ്പം ഇന്ന് എന്തായാലും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ പിന്നെ സ്റ്റവ് ഉണ്ട് കേട്ടോ. സ്റ്റവ് കടയിൽ നിന്ന് കൊടുന്നതാണ്. അപ്പോൾ കടയിൽ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ ഗ്യാസ് കിട്ടിയപ്പോൾ തൽക്കാലം ഇങ്ങോട്ട് കൊടുന്നു. എന്തൊക്കെ ചെറിയ കേടുണ്ട്, തൽക്കാലം ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുപ്പത്ത് ഇനി തീയും കൂട്ടണ്ടല്ലോ, സ്റ്റവ് ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ചട്ടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ചക്കക്കുരു വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഒന്നും വലിയ കുഴപ്പമുണ്ടാകുന്നില്ല, സ്റ്റവിന് നേരെ കത്തുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു തുമ്മലും ചീറ്റലും പോയി നോക്കുമ്പോൾ പകുതി ഒന്ന് തിളച്ചപ്പോഴേക്കും സ്റ്റവ് കിട്ടണം കേട്ടോ. പിന്നെ നമ്മളുടെ അടുപ്പേ ശരണം. അങ്ങനെ അടുപ്പിലേക്ക് മാറ്റി വെച്ചു. അതാ മുരിങ്ങയൊക്കെ ഊരിയാണ്. ഇത് നമ്മൾ ചക്കക്കുരു മുരിങ്ങയും തേങ്ങ അരയ്ക്കാതെയും തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കില്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ തേങ്ങ അരച്ചിട്ടാട്ടോ വയ്ക്കണത്. ഉച്ചയ്ക്കും രാത്രിയാകുമ്പോഴും ഒക്കെ ഉപയോഗിക്കാമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ചക്ക സീസണായ ചക്കക്കുരു കിട്ടിയാൽ നമ്മൾ വെറുതെ കളയില്ല. ചക്കക്കുരു പിന്നെ കുമ്പളങ്ങയുടെ കൂടെയും വെള്ളരിക്കയുടെ കൂടെ മാങ്ങയുടെ കൂടെ പിന്നെ നമ്മളുടെ ചക്കക്കുരും കയ്പ്പയ്ക്കയും കൂടി ഉണ്ടല്ലോ ഉപ്പേരി, അതൊക്കെ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെക്കാറുണ്ട്. പിന്നെ ഈ ഒരു കൂട്ടാൻ്റെ അമ്മ വെച്ചാൽ നല്ല ഇഷ്ടമാണ് എനിക്ക്, നല്ല ടേസ്റ്റാവും. ആ ഒരു ടേസ്റ്റൊന്നും ഞാൻ വെച്ചുണ്ടാവാറില്ല. അപ്പോൾ മുരിങ്ങയില ഊരൽ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് ഉടയ്ക്കണില്ല കേട്ടോ, അത്യാവശ്യം ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോഴേക്കും വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് തിളച്ചപ്പോൾ നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇലയുടെ ഒപ്പം 4 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടൊരു തേങ്ങ എടുത്തപ്പോൾ തേങ്ങ വെള്ളം പറ്റിയ തേങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ ചിരവാനൊന്നും പറ്റിയില്ല. അങ്ങനെ നുറുക്കി ജീരകവും ചെറിയുള്ളിയും കൂടിയിട്ട് ജാറിലിട്ടു. അപ്പോൾ മിക്സി നിന്നു കേട്ടോ. 2 ദിവസം മുന്നേ നേരക്കി കൊടുന്ന മിക്സിയായിരുന്നു. അപ്പോൾ അവിടെയും നമുക്ക് പണി കിട്ടി. എന്നിട്ട് അടുത്ത വീട്ടിൽ പോയിട്ട് അരച്ച് കൊടുന്നു. അപ്പോഴേക്കും ഇല കുറച്ച് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാൻ മറന്നിട്ടാണ് ഞാൻ പോയത് കേട്ടോ. പെട്ടെന്ന് ടെൻഷനായപ്പോൾ അങ്ങനെ ഇല എത്ര വേവേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് തൊട്ടതൊക്കെ കേട് വരുന്ന ദിവസമാണ് കേട്ടോ. ഇന്ന് ആരെയാണോ കണി കണ്ടതെന്ന് പറയില്ലേ, ആ ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഇതാ അരപ്പൊക്കെ ഒഴിച്ച് ഇവിടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാജേട്ടൻ വന്നിട്ട് പരിപ്പ് വട ഇടുകയായിരുന്നു കേട്ടോ. കുറച്ച് വൈകി നമ്മുടെ കൂട്ടാനൊക്കെ ആയപ്പോഴേക്ക്. അങ്ങനെ ഇതാ വറുത്തിടാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടോ. വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി, പിന്നെ 2 വെളുത്തുള്ളി, ഉണക്കമുളക് എല്ലാം നന്നായിട്ട് വഴറ്റിയിട്ട് എടുത്താൽ നല്ല മണം ഉണ്ടാവും കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റാണ്. ഇലക്കറിയിലൊക്കെ നല്ല ചെറിയ ഉള്ളിയാണല്ലോ വറുത്തിടുക. അപ്പോൾ അങ്ങനെ നമ്മുടെ മുരിങ്ങി ചക്കക്കുരു കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാര്യം നിസ്സാരം പ്രശ്നം ഗുരുതരം പറഞ്ഞ പോലെ കുറേ തട്ടുമുട്ടുകൾക്ക് ഒടുവിലാണ് കേട്ടോ ഇത് റെഡിയായി കിട്ടും. ഇത് എപ്പോഴോ ആവേണ്ട കൂട്ടാനാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.